രാമേന്ദ്ര, രാമേന്ദ്ര, ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല രാമേന്ദ്ര. രാത്രിയിലൊന്നും കഴിച്ചില്ല, ഇപ്പൊ രാവിലെ ഒന്നുമില്ല. വയറ് കത്തിക്കരിയ. കോലത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുവം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവും. രാമേന്ദ്ര, എന്തെങ്കിലും ഒന്ന് പറ. നേരെ മുമ്പിൽ കടലിലെ കിടക്കുന്നത് പോയി ഉപ്പുവെള്ളം കുടിക്കേ. മോശം മനുഷ്യ ഉറങ്ങാനും സംഭവിക്കില്ല. ചേട്ടാ, ചേട്ടാ, ഞാൻ ഇന്നലെ മേലെ രാമേന്ദ്രനോട് രാമചന്ദ്രൻ, എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയ തിരക്കേടില്ലായിരുന്നു. പാൽക്കഞ്ചിയോ? അതെ, ഈ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കഞ്ഞില്ലേ, അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുമോ? എന്ത്? അതെ, ഈ പാൽക്കഞ്ഞി. ഞാൻ ആരെന്ന് വിചാരിച്ചോ? തന്നെ വേലക്കാരനോ? രാമചന്ദ്രൻ, അയ്യോ രാമചന്ദ്രൻ, ഒരക്ഷരം നീ മിണ്ടി പോരുത്. നൂല് കോർക്കാനായിട്ട് സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാൻ ഒരു ഇടം കിട്ടിയത്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. വിശപ്പ് സഹിക്കാൻ പറ്റാതെ നീ എന്ത് ചെയ്യും? ഇരക്കുവോ? വേറൊരു മാർഗം ഇല്ലെങ്കിൽ ഞാൻ ഇരക്കും. അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര. എനിക്കിപ്പോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തു. അയ്യോ, നീ ഒന്ന് മോങ്ങാതിരിക്കേ. ഞാൻ എന്തൊരു വഴി ആലോചിക്കട്ടെ. രാമേന്ദ്ര, ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? നിനക്ക് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ? കുഞ്ഞുകുട്ട, സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഒത്ത ഒത്തു അനുസരണയോടെ നിന്നോണം. ഞാൻ പലതും കാണിക്കും. സാർ, ഇനി എന്തെങ്കിലും അടപ്രഭാവം കിട്ടുമോ? കഴിക്കാനൊരു കൊതിയായിട്ടാ. അതൊന്നും ഇവിടെ കിട്ടില്ല സാർ. ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട, ബില്ലെടുത്തോ. ശരി സാർ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. മതിയായി, അതുകൊണ്ടാ. എന്താണോ മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയും. എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ. രാമേന്ദ്ര, കുഞ്ഞുകുട്ട, നീ മിണ്ടിപ്പോരുത്. ആഹാ, കയ്യിലുള്ള കാശ് തന്നിട്ട് പാറ്റയും പൂച്ചയും ഇടാൻ വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഐ വിൽ കംപ്ലൈന്റ്. ഫുഡ് ഇൻസ്പെക്ടറുടെ പേരിൽ ഒരു ഓഫീസുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? രാമേന്ദ്ര, നീ മിണ്ടാതിരിക്കും കുഞ്ഞുകുട്ട. രണ്ടിലൊന്നും അറിയാമല്ലോ. ആഹാ, എന്തോ ചോദിച്ചിട്ടും കുന്തം മിഴിഞ്ഞ പോലെ നോക്കി നിൽക്കുന്നത്. നിങ്ങളാണ് ഇവിടുത്തെ മാനേജർ. എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നത്? ആളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നത്. നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനെ വരെ ഇടുമല്ലോ മിസ്റ്റർ. സോറി സർ, നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കണ്ട. നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് കാണാം. രാമേന്ദ്ര, നീ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാറ്റയല്ലേ? റോട്ടി കിടക്കേണ്ട പാറ്റ. റോട്ടി കിടക്കേണ്ട പാറ്റ എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത്. രാമേന്ദ്ര, നീയല്ലേ പാറ്റയെ പ്ലേറ്റിൽ ഇട്ടത്? തലയ്ക്ക് ശരിയില്ലാത്ത നീ അധികം സംസാരിക്കരുത് കുഞ്ഞുകുട്ടോ. ഓ, അത് ശരി, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് നിയമം വഴി കാണാം. നിൽക്കണേ അവിടെ. മൂക്കുമുട്ട നിന്നിട്ട് കാശ് കൊടുക്കാതിരിക്കാനുള്ള പഴയ നമ്പർ ഉണ്ടല്ലോ, അത് മനസ്സിൽ വെച്ചിരുന്നാ മനുഷ്യ സൂക്ഷിച്ച് സംസാരിക്കണം. പൈസയല്ലേ ഞങ്ങളുടെ പ്രശ്നം. പൈസയൊക്കെ വലുതായിട്ട് ഞങ്ങളുടെ അന്തസ്തുണ്ട്. രാമേന്ദ്ര, നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്നെ പോലെ പല ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ്. രാമേന്ദ്ര, വിട്ടോ. വകുപ്പുകാരും നിന്നെ ഒന്ന് രാമേന്ദ്ര. രാമേന്ദ്ര, നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? രാമേന്ദ്ര, നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ, എന്തായിരുന്നു അതിന്റെ പേര്? എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, നല്ല രുചിയുണ്ടായിരുന്നു. വയറ് നിറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. വഴി നിശ്ചയുണ്ടായിരുന്നു, ഞാൻ അപ്പോഴേ പോയേനെ. അപ്പോ വഴി നിനക്ക് അത്രയ്ക്ക് നിശ്ചയില്ലല്ലേ?
തീരെ നിശ്ചയില്ല. അപ്പൊ ഞാനില്ലാതെ വല്ലയിടത്തേക്ക് പോയി നീ എങ്ങനെ തിരിച്ചു വരും? അതിന് നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ലല്ലോ. എന്നാ നമുക്കൊരിടം വരെ പോണം. എവിടേക്കാ? എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല. എന്തോന്ന്? ബാ, ഞാൻ പറയാൻ കുഞ്ഞുകുട്ടാ, ബാ. ഉത്സവം എന്ന് പറഞ്ഞാ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുമോ? കൊള്ളാം, വെടിക്കെട്ട് ഉണ്ടാവുമെന്നോ? തൃശ്ശൂർ പൂരം എന്നൊക്കെ കേട്ടിട്ടില്ലേ കുഞ്ഞുകുട്ട? അതിന് വെല്ലുന്ന വെടിക്കെട്ടല്ലേ ഇവിടെ? ആ, ആനയൊക്കെ ഉണ്ടാവോ? നൂറുകണക്കിന് ആനകളല്ലേ. ഇനി ആന മാത്രമാക്കണ്ട, ആന, ചെണ്ട, കുതിര, ബഹളങ്ങൾ, പൊടി പൂരല്ലേ. നമുക്ക് പോണ്ട വണ്ടി ഇതാ. വാ വാ, കയറിക്ക. നീ വാ. കേറിയിരുന്ന ഞാൻ വന്നോളാം. അല്ല രാമേന്ദ്രൻ വാ. ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. കയറി സീറ്റ് പിടിച്ചോ, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണം. ഞാൻ വന്നു കഴിഞ്ഞു. എന്റെ അമ്മ, രാമേന്ദ്ര, നീ ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? എന്നെ ബസ് കയറ്റി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത്? നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല. ബസ്സിന്റെ പുറകെ ഞാൻ 1.5 കിലോമീറ്റർ ഓടി. അറിയോ കുഞ്ഞുകുട്ടാ? അയ്യോ, നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു? അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു. ഏത് കോഴി? നമ്മുടെ പടിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ഇറങ്ങണോ, എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ. അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത്? അതെ. അല്ല, അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോരുന്നെങ്കിലോ? എങ്ങനെ സ്ഥലം മനസ്സിലാവാനാ? ഞാൻ ആകെ കുഴഞ്ഞു പോയേനെ. നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ അന്ന് തന്നെ നിന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഇത്തവണത്തെ വള്ളംകളി നിന്നെ ഞാൻ കാണിച്ചിരിക്കും. ആറന്മുള വള്ളംകളി. വാ, സൂക്ഷിച്ചു വീഴല്ലേ. അങ്ങോട്ട് കയറി. ഞാൻ കാലൊന്ന് മാറ്റി കൊടുത്തേ. ഒരാൾ കയറിവിട്ടെ. കുഞ്ഞുകുട്ട എവിടെ ഇരുന്നോ? ഞാൻ സ്രാങ്കിനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വന്നേക്കാം. സ്രാങ്കോ? സ്രാങ്ക് എന്ന് പറഞ്ഞ മുകളിലെ ഡ്രൈവർ എന്റെ ഒരു പഴയ സുഹൃത്താ. ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട. ഞാൻ സ്രാങ്കിന്റെ മുറി കാണാം. അപ്പൊ നമുക്ക് വള്ളംകളിയുടെ അവിടെ വെച്ച് കാണാം. അല്ലേലും നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇങ്ങോട്ട് വരാൻ വയ്യറിയില്ലെങ്കിൽ നോ പ്രോബ്ലംസ്, എങ്ങനെയെങ്കിലും നാട് പിടിച്ചോളൂ. സിറ്റി കാണുന്ന കാല് പിടിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നല്ലേ. അന്ന് അങ്കിളിനെ വിളിച്ചോണ്ടത്തെ കഞ്ഞി ചോദിച്ചപ്പോഴേ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചാ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഏതെങ്കിലും ബോട്ട് കെട്ടി കിടന്ന് കഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. ഏയ്, ഒരു കുഴപ്പവും വരില്ല. കം ഓൺ, ചിയേഴ്സ് ഫോർ കുഞ്ഞുകുട്ടൻസ് ഹെൽത്ത്.